തെരഞ്ഞെടുപ്പ് വരും മുൻപേ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിത്തുടങ്ങിയെന്നതാണ് ഇത്തവണ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത. ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള തൃശൂരിന്റെ മനസ്സ് എന്ത് തീരുമാനിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നണികളിൽ തുടങ്ങും മുൻപേ ചില സീറ്റ് മോഹികൾ സ്വന്തം നിലയ്ക്ക് തൃശൂരിൽ പ്രചരണവും തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തവണയും LDFിനൊപ്പം നിന്ന ചരിത്രമാണ് തൃശൂരിനുള്ളത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളെല്ലാം നിലവിൽ LDFിനൊപ്പം. കോൺഗ്രസിലെ TN പ്രതാപനാണ് തൃശൂരിലെ സിറ്റിംഗ് MP. കോവിഡ് വ്യാപനത്തിൽ 2 വർഷം നഷ്ടപ്പെട്ടതിനാൽ സജീവമായി പ്രവർത്തിക്കാൻ 3 വർഷം മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്ന് പ്രതാപൻ പറയുന്നു. തൃശൂരിന്റെ റെയിൽവേ വികസനത്തിലും ദേശീയപാത വികസനത്തിലും സജീവമായി ഇടപെടാൻ കഴിഞ്ഞു എന്നാണ് TN പ്രതാപന്റെ അവകാശവാദം. 2019 മുതൽ തൃശ്ശൂർ പാർലമെൻറ്റ് അംഗമാവാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. സങ്കടം എന്ന് പറയട്ടെ, 2020 ജനുവരി മാസം 30-ാം തീയതിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂരിലാണ്. 2 വർഷക്കാലം നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു. MPക്കും MLAമാർക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർക്കും മാത്രമല്ല, മൊത്തം ജനങ്ങൾക്ക്. എല്ലാ വികസന പ്രവർത്തനങ്ങളും 2 വർഷം കോവിഡിനെ പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടിയായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ MP ഫണ്ട് ചെലവഴിച്ച 4 പേരിൽ ഒരാളാണ് താനെന്നും TN പ്രതാപൻ പറയുന്നു. ഇടതുമുന്നണിയിൽ തൃശൂർ സീറ്റ് CPIക്കാണ്. MP എന്ന നിലയിൽ TN പ്രതാപൻ പരാജയമാണെന്നും തന്റേതായ ഒരു വികസന പ്രവർത്തനം പോലും ചൂണ്ടിക്കാണിക്കാൻ തൃശൂർ MPക്ക് ഇല്ലെന്നും CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. ഇല്ല, ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ 5 വർഷത്തിൽ 4 വർഷക്കാലവും നമ്മുടെ ഇവിടുത്തെ MP ഈ ഫീൽഡിലേ ഉണ്ടായിരുന്നില്ല. പാർലമെൻറ്റിൻ്റെ പൊതുപ്രവർത്തന രംഗത്തൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നില്ല. അതിന് കാരണം അദ്ദേഹം പിന്നീട് ഒരു തവണ കൂടി മത്സരിക്കണമെന്ന് കരുതിയിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് പാർലമെൻറ്റിനേക്കാൾ വഴങ്ങ നിയമസഭയാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇനിയൊരു മത്സരത്തിനില്ല എന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരാളായിരുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വേണ്ടത്ര ഈ മണ്ഡലത്തിലെ പൊതുജീവിതത്തിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന രീതി ഉണ്ടായിരുന്നില്ല. TN പ്രതാപന്റെ പേരിൽ ചുവരെഴുത്തുമായി ഒരു വിഭാഗം കോൺഗ്രസുകാരും പത്മജ വേണുഗോപാലിന്റെ ഫ്ലക്സുകളുമായി മറ്റൊരു വിഭാഗവും തൃശൂരിൽ സജീവമായിട്ടുണ്ട്. ഇതിനിടെ BJP സ്ഥാനാർത്ഥി താൻ തന്നെ എന്നുറപ്പിച്ച് സുരേഷ് ഗോപിയും മുന്നോട്ട് പോകുന്നു. മാസങ്ങൾക്ക് മുൻപേ ഓട്ടോറിക്ഷയിൽ സ്റ്റിക്കർ ഒട്ടിച്ചു തുടങ്ങിയ പ്രചരണവും നരേന്ദ്രമോദിയെ 2 തവണ തൃശൂരിലെത്തിച്ചതും ഇതിന്റെ ഭാഗം. എന്തായാലും ശക്തമായ പോരാട്ടത്തിനാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം ഒരുങ്ങുന്നത്. കൈരളി ന്യൂസ്, തൃശൂർ.